എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നവരാത്രി ദീപാവലി സ്പെഷ്യൽ ആയിട്ട് നല്ലൊരു സ്വീറ്റ് തയ്യാറാക്കാം. ബാദുഷ അല്ലാന്നുണ്ടെങ്കിൽ ബാലുഷാഹിയാണ് തയ്യാറാക്കണത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ബാദുഷ അല്ലാന്നുണ്ടെങ്കിൽ ബാലുഷാഹി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ബേക്കിംഗ് പൗഡറാണ്. നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ അളവിലാണ് ചേർക്കണത്. ഇനി നമുക്ക് ഈ മൈദയും ബേക്കിംഗ് പൗഡറും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അവിടെ ഇവിടെയും ആയിട്ട് ബേക്കിംഗ് പൗഡർ കെടുക്കാൻ പാടില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവിടെയും ഒരുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടും കൂടി അരിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോഴും നമുക്ക് ഈസി ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള തൈരാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ കുറച്ച് സമയം വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന്, അതായത് കൂടുതലായിട്ടുള്ള ഒരു വെള്ളം മാറ്റിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വെള്ളം കൂടി, അതായത് കൂടുതലാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. അതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വരും. ഞാനിപ്പോൾ നെയ്യ് 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നെയ്യൊക്കെ ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് തന്നെ ഒന്ന് ആയി വന്നോട്ടെ. ബാദുഷ ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലും വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ദീപാവലിയുടെ സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നവരാത്രിയുടെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് തന്നെയാണ് ഇത്. ഇപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ട് കുഴച്ചെടുക്കണ പോലെ അങ്ങനെയല്ല ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ അധികം നമ്മൾ ബലം കൊടുക്കാത്ത രീതിയിൽ ഇതുപോലെ പതുക്കെ പതുക്കെ കുഴച്ചെടുക്കുക. അപ്പോഴായിരിക്കും കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറിലേക്ക് ഇത് വരുള്ളൂ. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡോ ആയിട്ടല്ല ഇത് കുഴച്ചെടുക്കേണ്ടത്. കുഴച്ചെടുത്ത് കഴിഞ്ഞാലും അതിൽ കുറച്ച് ക്രാക്സ് ഒക്കെ പോലെ അങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത്. അപ്പോഴായിരിക്കും കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറിലേക്ക് ഇത് വരുള്ളൂ. ഇപ്പം ഞാനിതിലേക്ക് മൊത്തത്തിലൊരു 1.5 ടേബിൾ സ്പൂണോളം അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം നമുക്ക്, അത്ര തന്നെ മതി. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് പതുക്കെ ഒന്ന് അധികം ബലം കൊടുക്കാതെ, അതായത് കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊന്നും കറക്റ്റായിട്ട് വരില്ല. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണു. പതുക്കെ പതുക്കെ തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കണത്. മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക, പതുക്കെ പതുക്കെ കുഴച്ചെടുക്കുക. ഒരുപാട് സ്റ്റിക്കി ആവാനും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനും പാടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ പതുക്കെ ഒന്ന്, കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണ ഒരു രീതിയിൽ കുഴച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് വരിക. അല്ലെങ്കിൽ ഒരുപാട് കുഴച്ച് സ്മൂത്താക്കി എടുത്താലും കറക്റ്റ് ആവില്ല അത്. നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലൊരു ടെക്സ്ചറിൽ വരണം. കുറച്ചൊരു ലെയേഴ്സൊക്കെ പോലെ തോന്നണ ആ ഒരു രീതിയിലായിരിക്കണം വരേണ്ടത്. അപ്പോഴായിരിക്കും ബാദുഷ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിലൊക്കെ ഇട്ടതിന് ശേഷം കറക്റ്റായിട്ടുള്ളൊരു രീതിയിലേക്ക് വരുള്ളൂ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോഴേക്കായിരിക്കും ഇത് കറക്റ്റായിട്ട് തന്നെ വരുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിൽ.
ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പഞ്ചസാര എടുത്തു അതിൻ്റെ പകുതിയാണ് വെള്ളം വേണ്ടത്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പഞ്ചസാര നല്ലപോലെ തന്നെ ഒന്ന് ഉരുകി വരണം. പക്ഷേ ഉരുക്കിയെടുത്തതിന് ശേഷം ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഇത് രണ്ടും കൂടി ഉരുകിയതിന് ശേഷം കുറച്ചൊന്ന് തിക്കായിട്ട് വരണം, അത്രമാത്രം മതി. ഇനി ഇതിലേക്ക് ഫ്ലേവറിനനുസരിച്ച്, അതായത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒരു 2 ഏലക്കായൊക്കെ മതിയാവും ഇത്രയ്ക്കൊരു അളവിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് സാഫ്രോൺ ഉണ്ടല്ലോ, കുങ്കുമപ്പൂവ്, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം. 1 നുള്ളു കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളറും കിട്ടും, ഒരു യെല്ലോ കളർ. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് 1 ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കണം. നാരങ്ങാനീര് എന്തിനാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണതെന്ന് വെച്ചാൽ ഈ ഷുഗർ ഉണ്ടല്ലോ അത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നാരങ്ങാനീരിൻ്റെ അളവ് കൂടിപ്പോരുത്. അളവ് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വീറ്റിന് പുളിരസം വരും. ഇനി ഇത് ഞാനൊന്ന് അടച്ചു വെക്കണം. ഇതിപ്പോൾ തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ഒന്നും കൂടി തിക്കായിട്ട് തന്നെ വന്നോളും. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. കണ്ടില്ലേ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് വരിക. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കണ പോലെ ഒരുപാട് ഇട്ട് കുഴക്കേണ്ടതിന്. അതുകൊണ്ട് തന്നെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. പല റെസിപ്പീസും ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് കുഴച്ചെടുക്കേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. ഈ ഒരു രീതിയിൽ എത്രയ്ക്ക് സൈസിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെറിയൊരു കുഴി പോലെ ആക്കി കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ക്രാക്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ പുറം ഭാഗത്ത്, അതുപോലെ ഇരിക്കണം. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറിലല്ല ഇതുണ്ടാവുക. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുത്തിട്ട് തയ്യാറാക്കി വെക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ എല്ലാം കൂടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം, അപ്പോഴും നന്നായിട്ട് തന്നെ വരും. ഇതുപോലെ ആക്കി കൊടുക്കുക. അതായത് മൈദയാവുമ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് തന്നെ വരിക. എന്നിട്ട് പിന്നെ ഹോളാക്കി കൊടുത്താലും മതി ഇതുപോലെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം. ഇതിപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് തന്നെ വരും. അതായത് ഒരുപാടല്ല, എന്നാലും കുറച്ച് വീർത്ത് വരും ഇത്. ഇതും ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ വെച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അതിൻ്റെ ഹോളൊക്കെ മൂടാനുള്ളൊരു സാധ്യതയുണ്ട്, പൊങ്ങി വരും ഇത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ ബാദുഷ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓയിലിന് ഒരുപാട് ചൂടുണ്ടാവരുത്. ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പുറം ഭാഗമൊക്കെ പെട്ടെന്ന് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആവും. പക്ഷേ ഉൾഭാഗം ഒന്നും കറക്റ്റായിട്ട് കുക്കായിട്ട് വരില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ തന്നെയായിരിക്കും കറക്റ്റായിട്ട് കുക്കായിട്ട് വരിക, അതായത് ഫ്രൈ ആയിട്ട് വരിക. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്തും ഇതുപോലെ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹോള് കാണില്ല നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വരുമ്പോൾ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഉൾഭാഗം കറക്റ്റായിട്ട് കുക്കായിട്ട് വരില്ല. ഇനി കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. ഇനി ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് കളറൊന്നും മാറിയൊന്നും വന്നിട്ടില്ല. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ആയിരിക്കും ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരുള്ളൂ. അതുപോലെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത്, അതായത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പതുക്കെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഒരുപാട് എണ്ണ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചെറുതായിട്ടൊന്ന് വീർത്ത് വരും ഫ്രൈ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ഹോൾസൊക്കെ കറക്റ്റായിട്ട് തന്നെ
ഉണ്ട്, കണ്ടില്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്തും. അപ്പോൾ ഒന്ന് എന്തായാലും ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടിയും വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലിപ്പോൾ വലുതും ചെറുതൊക്കെ ഉണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വലുതാകുമ്പോൾ കുക്കിംഗ് ടൈം കുറച്ചും കൂടി കൂടുതലായിരിക്കും മാത്രം. ഉൾഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയമെടുക്കും. ഇനി ഇത് വീണ്ടും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. അപ്പം തന്നെ ആയിരിക്കും കറക്റ്റായിട്ട് കുക്കായിട്ട് വരല്ലോ. കുക്കായിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ബാദുഷ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു കളറിലേക്ക് എത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കോരി മാറ്റാം. എണ്ണ പോകാൻ വേണ്ടിയിട്ട്, അതായത് എക്സസ് ആയിട്ടുള്ള ഒരു എണ്ണ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചൂടോട് കൂടി തന്നെയാണ് നമ്മളിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഷുഗർ സിറപ്പിന് ചൂടില്ല എന്നുണ്ടെങ്കിൽ ചൂടാക്കി എടുക്കണം. അപ്പോൾ തന്നെയായിരിക്കും ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം കയറുള്ളൂ. അപ്പോൾ ഞാനൊന്ന് കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ബാക്കിയുള്ള ബാദുഷ കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ എണ്ണയുടെ ചൂട് ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാദുഷ ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ആവശ്യത്തിന് തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒരു കട്ടിയുള്ള സിറപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കട്ടി ഉണ്ടായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ ചൂടുള്ള ബാദുഷ ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. പക്ഷെ ഒരുപാട് തിളച്ചൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല ഷുഗർ സിറപ്പ്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് ഇതിലേക്കൊക്കെ ഷുഗർ സിറപ്പ് ഒന്ന് കോട്ടായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ഒരുപാട് സമയമൊന്നും ഇതുപോലെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4-5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്കും ആവശ്യത്തിന് തന്നെ ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയത്ത് ബാക്കിയുള്ള ബാദുഷ കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ആയിരിക്കും കറക്റ്റായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാദുഷ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവ് ഉപയോഗിച്ചിട്ട് ഞാനൊരു 10 ബാദുഷയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ളത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഷുഗർ സിറപ്പൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഞാനൊന്ന് കോരി മാറ്റട്ടെ. അതിനുശേഷം പിന്നെ ബാക്കി ഈ ഷുഗർ സിറപ്പിലേക്ക് ബാക്കിയുള്ള ബാദുഷ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് അത്യാവശ്യം നന്നായിട്ടൊന്ന് കോട്ടായിട്ട് തന്നെ വരണം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 4-5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. അതിനുശേഷം ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാദുഷ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ഒരു ദീപാവലിക്ക് അല്ലാന്നുണ്ടെങ്കിൽ നവരാത്രിക്ക് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.